ഇത് എന്നെ തന്നെ നല്ല ചെറുതാ, കണ്ണൊക്കെ ഇത് നല്ല തുടിച്ചു നോക്കാണ്. അതിന് മുന്നേ പിടിച്ച ഏതൊരു പട്ടിയുടെ വശിഷ്ടമാണ് ഈ കാണുന്നത്. അതിൻ്റെ നട്ടലിൻ്റെ ഭാഗമൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ എല്ലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കാണാം. അതുപോലെ തന്നെ പല്ലിൻ്റെ ഉണ്ടോ, ഇതുണ്ടോ, പല്ല് ഒക്കെ നമുക്ക് കാണാം. രോമമുണ്ട് ഇവിടെ. പട്ടിൻ്റെ രോമം. ഇത് പുലിയുടെ അപ്പി കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് ഇന്നലെ പിടിച്ച പട്ടിയുടെ രോമം എന്നാ ചേട്ടൻ പറഞ്ഞത്. കാരണം അതേ കളർ തന്നെയാണ് രോമത്തിന്. ഇവിടേക്ക് എന്താ കിടക്കുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് ഇവിടെ എന്തോ കിടന്ന് ഉറങ്ങുന്ന പോലെയൊക്കെ ഇല്ലല്ലേ? കടുവയാണോ? കടുവയാണോ? ഇത് കടുവ തന്നെയാ. ഇവിടുന്ന് ചാടി നേരെ അങ്ങോട്ട് പോയേ? നേരെ അങ്ങോട്ടേക്ക് പോയത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അമ്പലവയലിന് തൊട്ടടുത്തുള്ള ആറാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഒരു വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തു നായനെ പുലി കടിച്ചുകൊണ്ടുപോയി. ആ ദൃശ്യങ്ങളൊക്കെ ഏതായാലും CCTV ക്യാമറയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു ലൊക്കേഷനിലാണുള്ളത്. നമുക്ക് നേരിട്ട് ആ ഒരു വീട്ടുടമസ്ഥനോട് തന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം വയനാട്ടിൽ നമുക്കറിയാം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുലിയല്ലായിരുന്നു, കടുവയായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നക്കാരൻ. ഇപ്പോൾ പുലിയും ആ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പുലി വളർത്തു നായനെ കടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. CCTVയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യം കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഈ സംഭവം നടന്ന വീടൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നത്. നമുക്ക് കാണാം. ഈ വീടിൻ്റെ പുറകുവശത്ത് കെട്ടിയിരുന്ന പട്ടീനെയാണ് പുലി കൊണ്ടുപോയത്. നമുക്ക് ഈ ഒരു വീട്ടുടമസ്ഥനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പേരെങ്ങനെയാ? എൻ്റെ പേര് PK കേളു. കേളു അല്ലേ? ഇത് സ്ഥലം ആറാട്ടുപാറ അല്ലേ? ആറാട്ടുപാറ. ഈ സംഭവം എപ്പോഴാണ് നടന്നത്? ഇന്നലെ രാത്രി ഒരു 1:15 ആവും. 1:15 ആയില്ലേ? 1:15. ഓഹോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഈ പുലിശല്യം ഉള്ള ഒരു സ്ഥലമാണോ? ഇത് പുലിശല്യം ഉള്ള ഒരു സ്ഥലമാണ് ഇതുപോലെ? സ്ഥിരമായിട്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദിവസം പട്ടി വരയ്ക്കുന്നുണ്ട്. ഞാനത് പിന്നെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി പട്ടി അടിച്ച് നോക്കും. ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ അടിച്ചു നോക്കും. അപ്പം എന്ന് വെച്ചാൽ ഇത് പതിഞ്ഞിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പാറൻ്റെ ഇടയിൽ സൈഡിൽ പറ്റി നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ലൈറ്റ് ഒന്ന് ഒരു ഒച്ചയില്ലെങ്കിൽ പിന്നെ നേരെ ഇത് പട്ടിൻ്റെ അടുത്തേക്ക് വരെ വരും. അപ്പോൾ ഈ ലൈറ്റ് കൊണ്ട് പെട്ടെന്ന് അടുക്കാൻ പറ്റുന്നില്ല. ഈ ലൈറ്റ് ഓഫാക്കിയപ്പോഴാണ് പിന്നെ അത് വന്നിട്ട് പിന്നെ ചാടി പിടിച്ചത്. ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? നമുക്കിനി ആ ഒരു സംഭവം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോവാം. വീടിൻ്റെ പുറകുവശത്താണ് കേട്ടോ സംഭവം നടന്നിരിക്കുന്നത്. ഈ വീട്ടിൽ CCTV ക്യാമറ വെച്ചതുകൊണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് നന്നായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വയനാട്ടിലെ എല്ലാ വീട്ടിലും ഇത് വെക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലായിടത്തും വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ഈ ഒരു വീടിൻ്റെ പുറകുവശത്താണ് ആ ഒരു പട്ടീനെ കെട്ടി. ക്യാമറ ഉള്ളത് കൊണ്ട് അതെ ശരിക്കും ഈ ഒരു ക്യാമറയിലാണ് കിട്ടിയല്ലേ? അതെ, ക്യാമറയിൽ അപ്പുറത്തെ ക്യാമറയിലേക്ക് കാണാം ഇതിൽ പോകുന്നത്. അതും കിട്ടുന്നുണ്ടല്ലേ? അവരിലും കിട്ടുന്നുണ്ട്. അത് ഈ പുള്ളായിട്ടിലെ പിന്നെ പുള്ളായിട്ട് കിട്ടും. എവിടെയാണ് പട്ടി കിടന്നത്? എവിടെയാ ഇത് പട്ടി കിടന്നത്? അവിടെയാണ്. നമ്മളെ ചോറൊക്കെ കൊടുത്ത് പട്ടി വരണച്ചൊക്കെ കഴിച്ചു. ഒന്ന് അവിടെ കിടന്നു, ഒന്ന് ഇവിടെ കിടന്നു. ഒരു പട്ടി 2 ഉണ്ട്. നമ്മളിപ്പോൾ ആ വിഷ്വൽസിൽ കാണുന്ന ആ ഒരു കണ്ട ആ ഒരു സ്ഥലം കേട്ടോ. ഇവിടെയാണ് ആ പട്ടി കിടന്നത്. ഇതിലേ വന്നിട്ടല്ലേ? ഇതിലിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇതിൽ വന്നിട്ട് ഇതിന്റെ മരം കൂടെ വന്നിട്ടാണ് ഇങ്ങനെ പോയിട്ട് പട്ടി കിടക്കല്ലേ. ആദ്യം അമർത്തിൽ പിടിച്ച് പട്ടീന. അപ്പൊ പട്ടി ഒന്ന് ഇതാകുമ്പോക്ക് പിന്നെ അങ്ങനെ തന്നെ കടിച്ച് അമർത്തിട്ട് പിന്നെ ഇവിടെ കടിച്ച് പിടിച്ചിട്ട് അമർത്തിട്ട് ഒറ്റ ചാട്ടാണ്. നിമിഷം നേരം കൊണ്ട് കൊണ്ടുപോയി. നിമിഷം നേരം കൊണ്ട് വേറേലും ചങ്ങല പൂട്ടിയിട്ടതാണ്. ചങ്ങല അടക്കം കൊണ്ടുപോയി. ചങ്ങല അടക്കി ചങ്ങല ഇട്ടോ എന്നും പറഞ്ഞിട്ട് പൊട്ടുന്ന വെച്ചെങ്കിൽ അപ്പൊ ആ പട്ടി കുരയ്ക്കുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ട്. അവിടെയാണ് കിടന്നത്. ആ ബക്കറ്റ് വെച്ചിട്ടുണ്ട് അവിടെ. ഇതിലൊരൊറ്റ ചാടത്തിന് ഇതിലങ്ങനെ കയറിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയത്. ഇവിടുന്ന് ചാടി നേരെ അങ്ങോട്ട് പോയത്? നേരെ അങ്ങോട്ടേക്ക് പോയത്. നേരെ അപ്പുറത്തോട്ട് അപ്പുറത്തേക്ക് വന്നത്.
വലിപ്പാണ്. അല്ലേ? ആ അത് ഈ പൊക്കുണ്ട്. ചേട്ടൻ നേരിട്ട് കണ്ടല്ലേ? ആ നേരിട്ട് കണ്ട്. അത് ഈ പൊക്കമുണ്ട്, ഇവിടുന്ന് ഒരു അത്ര നെടുപ്പുണ്ട്. അതിൻ്റെ നമ്മളെ കൈയൊന്നും പോരാ, അതിൻ്റെ വണ്ണം കൈൻ്റെ വണ്ണം ഇവൻ അതല്ല, ഈ മുഴുപ്പുണ്ട് അതിൻ്റെ കൈൻ്റെ. ക്യാമറ കാണുന്ന പോലെ അല്ലല്ലേ? ആ ക്യാമറ കാണുന്ന പോലെ അല്ല. പട്ടി കുറയ്ക്കലും ഇത് ഓടിച്ചാടി കയറി പോലെ ഒറ്റപ്പെടലാണ്. കൊണ്ട് തന്നെ പോയി കളഞ്ഞു, നിലത്തൊന്നും വെച്ചില്ല. ഈ ക്യാമറ കേട്ടോ, ഇവിടെ ഇരുന്ന് ഈ ഒരു ക്യാമറയിലാണ് സംഭവം കിട്ടിയത്. അപ്പം ഇവിടുന്ന് നേരെ ഇങ്ങനെ കൊണ്ടുപോയില്ലേ? ആ നേരെ. കാൽപ്പാട് വല്ലതും കണ്ടായിരുന്നോ? ഇത് കാൽപ്പാടി അങ്ങോട്ടാണുള്ളത്. അങ്ങോട്ടല്ലേ? രണ്ടാമത്തെ പട്ടിയാണ്. ഈ പട്ടിയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇതാണ് കുറച്ചത്. തൊട്ട് ഇവനാണ് മറ്റേനെ പിടിക്കുമ്പോൾ. എല്ലാ സംഭവങ്ങൾക്കും ദൃശ്സാക്ഷിയായിട്ടുള്ള ഒരു പട്ടിയാണിത്. എല്ലാം കണ്ട് പുള്ളി പേടിച്ചിരിക്കാണ്. ഇനിയിപ്പോ രാത്രിയാണേലും പുള്ളിക്ക് ഇനി അടുത്ത നേരെ പുള്ളിയാന്നുള്ള പേടി ഉണ്ടാവും. ഞാൻ അതിന് പേടിച്ചിട്ട് ഞാൻ അതിന് മുകളിൽ കൊണ്ടിട്ട് അവിടെ കെട്ടുന്നില്ല. അവിടെ കെട്ടുന്നു. ചങ്ങല കെട്ടിയിട്ടേക്കുന്നോണ്ടല്ലേ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ചങ്ങല കെട്ടിട്ട് ഈ വണ്ണോട് ചങ്ങല പൊട്ടിച്ചിട്ട് പോയത്. ഈ വണ്ണം അല്ലേ? അത് പട്ടിക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. അതിന്റെ ഒക്കെ ഒരു പവർ എന്താ? ഭയങ്കര പവർ ആയതിന് അതിന് പിടിക്കലും ഒരു ചാട്ടേന്ന് പറഞ്ഞിട്ട് ആ മേശ അടിക്ക് പരിചയം. ഇവിടുന്ന് എങ്ങോട്ടാ കൊണ്ടേ? ഇത് ഭാഗത്തേക്കുണ്ടേ? ഇത് ഈ ഭാഗത്തേക്ക് ഉണ്ട്. ഇങ്ങോട്ടാ കൊണ്ടേ അല്ലേ? ഇങ്ങനെയാ കൊണ്ടേ കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ ഒരു പാറയുണ്ട്. അതായിരിക്കും ഈ ഇതായിരിക്കില്ലേ ഈ ആറാട്ട് പാറ? ആറാട്ടുപാറ. ഇങ്ങനെ കുറെ പാറക്കൂട്ടമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പാറക്കൂട്ടം ഒറ്റപ്പാറ, കുമ്പളേരി പാറ, ഒറ്റപ്പാറ അല്ലേ? അപ്പൊ ആ പാറക്കൂട്ടത്തിന്റെ അവിടെയാണ് ഇത് ഉള്ളതെന്ന് പറഞ്ഞു. ഈ കൊല്ലിയിലാണ് അതിന്റെ താമസം. വെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ. കൊല്ലിയില താമസം? കൊല്ലിയില താമസം, എല്ലാ സൗകര്യം അവിടെ ഉണ്ട്. നമ്മളെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനം പോകുന്ന അവിടത്തേക്കാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എവിടെയും വെള്ളമില്ല. കടുവയുണ്ടോ ഇവിടെ? ഇത് ഇത് കടുവല്ല, പട്ടിപ്പുലിയുണ്ട്. അതെന്താ പട്ടിപ്പുലി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടീനെ പോലെ തന്നെയാണ്, ചോന്നതാണ്. ഈ പൊക്കുണ്ട്, അത് പുലിനെ പോലെ തന്നെയാണ്. തലക്ക് ഈ മുഴുപ്പുണ്ട്. കഥൻ എത്ര ഉണ്ട്. ഞാൻ ഇവിടുന്ന് അടുത്തുനിന്ന് കണ്ട്. ഞാനെൻ്റെ രാവിലെ 6 മണിയായിട്ടുള്ളൂ. അപ്പം കുറേ മത്ത ഇങ്ങനെ പടന്നു മേടിക്കാൻ എടുക്കുന്നത്. ഈ മത്തം പറഞ്ഞിട്ട് ഞാനെന്നല്ല മുള്ളം മഞ്ഞൊക്കെ ഉണ്ട്, ഇത് ചപ്പ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഞാനങ്ങനെ പോയി, ഞാനും കണ്ടിട്ടില്ല ഇതിനാ. ഇത് എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ പേടിച്ചു പോയി, ഇരുന്നും പോയി മുദ്രയ്ക്കാൻ, ഇരുന്നും പോയി. ഇത് എന്നെ തന്നെ നല്ല ചെറുതാ, കണ്ണൊക്കെ ഇത് നല്ല തുടിച്ചു നോക്കുകയാണ്. അവിടെ നിന്ന് ഞാനായില്ല, എൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ ഇത് പറഞ്ഞ കല്ല് ഞാൻ തപ്പിങ്ങോട്ട് എടുക്കലും ഇതിലൊരു വിടല. ഇതിലങ്ങോട്ട് വിട്ടിട്ട് അവിടെ വേലി ഉണ്ടായിരുന്നു. 2 വേലി ചവിട്ടിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ രോമം മാത്രമേ വേലിയുള്ളൂ. ഈ ഇല്ലിമുള്ളായതുകൊണ്ട് കംപ്ലീറ്റ് രോമം അതിൽ കുടുങ്ങി കിടക്കാം. ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നിൽ കൂടുതലുണ്ട്. അത് ഈ ഭാഗത്തുള്ള പട്ടികളൊക്കെ ശരിയാക്കുന്നത് അതാണ്. പട്ടികൾ, പിന്നെ അത് ആട്, കോയിന് വാങ്ങിച്ച് തിന്നാൾ വന്ന് കോയിനൊക്കെ പിടിച്ചോണ്ട്. ഇവിടെ ചെറിയൊച്ച കേട്ടാൽ മതി, അപ്പം കുറയ്ക്കും. ആള് ഭയങ്കര പേടിയായിരിക്കും. നമുക്കിനി ആ ഒരു ദൃശ്യങ്ങൾ കാണാം കേട്ടോ. നമുക്ക് ആ ഒരു CCTV ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം.
ആ ഒരു പുലി അവർ പട്ടീനെ വലിച്ചുകൊണ്ട് പോയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ അടുത്തുനിന്ന് നേരെ ഈ ഒരു വഴിക്കാണ്. നമ്മളിപ്പോൾ ഇനി ആ ഒരു വഴി കുറച്ച് ദൂരം പോവുകയാണ്. അവർ ഇന്നലെ അവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു. അവസാനം ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലത്തേക്ക് കയറി പോകുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് ഇവർ നിർത്തിയെന്നാണ് പറഞ്ഞത് സെർച്ചിക്ക്. ആ ഒരു സ്ഥലം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത് വല്ലാത്ത വഴി കേട്ടോ. ഇതിലാണ് സംഭവം. പുലി ഇങ്ങനെ വലിച്ചോണ്ട് പോയ പാടുണ്ടായിരുന്നു അല്ലേ? ഇത് ആ പാടുണ്ടായിരുന്നു. പാടായിലാണ് വലിച്ചോണ്ട് പോയത്. ഇതിലിങ്ങനെ ഞാൻ തൊട്ട് താഴെ കൂടെയാ ഇതിലിങ്ങനെ ഇതിലല്ലേ? ഇതൊക്കെ ചേട്ടൻ്റെ പറമ്പ് തന്നെയാ? ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലേ? ഇത് കൃഷിയൊന്നും ചെയ്താണ്. ഇത് പിന്നെ ഉണ്ടായിരുന്നാണ്. കാപ്പിയും കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ ഫാമിലായിരുന്നു. അപ്പം ഞാൻ തിരിഞ്ഞപ്പോൾ അപ്പണിക്ക് ഇതൊക്കെ ഇതായിപ്പോയി. കാട് പോലെ ആയിട്ടോ. ഒരു കാട് പോലെ ആയില്ലേ? ആ കാട് പോലെ ആയി. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പഠിക്കാൻ പോയത്. ഇവിടെയൊക്കെ നമുക്ക് പാറ കാണാം കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ സ്ഥലത്തിന് ആറാട്ടുപാറ എന്ന് പേര് വീണത്. ചുറ്റോടും പാറാണല്ലേ? പാറാണ്. ഇവിടുന്ന് കാരാപ്പുഴ കാണാം അല്ലേ? ഓടി പോയി കേട്ടോ. സ്ഥലം ഒരു ഭീകര സ്ഥലം കേട്ടോ. നമുക്ക് തന്നെ നടക്കുമ്പോൾ പേടിയാവും. അതെന്താ ഇപ്പോൾ ഓടിപ്പോയി? കോഴി കാട്ടുവഴിയാ? കാട്ടുവഴി. ഈ വഴിക്ക് തന്നെ കൊണ്ടാവുന്നത്. പ്രതീക്ഷിക്കണല്ലേ എന്തായാലും? നമ്മുടെ മുമ്പിൽ ചാടുമെന്ന് പ്രതീക്ഷിക്കണല്ലേ? ഇവിടെ ഒരു ഇതിൻ്റെ അകത്തൊക്കെ നോക്ക്. ഇവിടേക്ക് എന്തോ സ്ഥിരം കയറി ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ? ആ അതൊക്കെ മുള്ളംപന്നി. മുള്ളംപന്നിയാ? മുള്ളംപന്നി ഇതിൻ്റെ അത് കാണുമായിരിക്കും അല്ലേ? ഇത് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇന്നലെ പോയപ്പോൾ അവശിഷ്ടം വല്ലതും കണ്ടോ? ഒന്നും കണ്ടില്ല. അത് കണ്ടില്ല. അതിന് അങ്ങനെ തന്നെ ജീവനോട് തന്നെ കൊണ്ടുവന്നല്ലേ. അത് ശരിക്കും കൊണ്ടുവന്നിട്ട് വെച്ചിട്ടില്ല. കയറിപ്പോയി. നമ്മൾ ഇടയ്ക്കൽ ഗുഹ കയറി പോകുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. അതെ എന്താ ഇതിലാ പോയത്. അപ്പോൾ കുറേ നാളായി ഇത് കാട് പിടിച്ച് കിടക്കാൻ തോന്നുന്നല്ലേ? ഇത് കുറേ നാളായിട്ട് ഇവിടെ കൃഷിയൊന്നും ഇല്ല തോന്നുന്നല്ലേ? നാലായി. കാൽപ്പാടാണ് ഈ കാണുന്നത്. ഓ ഈ കേട്ടോട്ടല്ലേ? ഇവിടെ കേട്ടോ ഉണ്ടായേക്കണേ. ഇതാണ് പുലി. ഇത് കാൽപ്പാടാണ്. കാൽപ്പാടുണ്ടല്ലേ? ഇതാ ഇന്നലെ ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ വന്നല്ലേ? ആ എല്ലാവരും വന്നു. കാൽപ്പാട് പൊടിമണ്ണായതുകൊണ്ട് നമുക്ക് മഴ പെയ്തിട്ടായെങ്കിൽ കുഴപ്പമില്ല. കാൽപ്പാട് കാണാം കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടാവും അല്ലേ? ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വഴിയുണ്ട്. ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ വഴിയുണ്ട്. ഇതിലാണ് അങ്ങോട്ട് പോയത്. ഫോറസ്റ്റുകാരനെ പേടിച്ചു പോയി ഈ സ്ഥലം കണ്ടിട്ടാ. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിപ്പോയത്. കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അയ്യോ അങ്ങനെ അങ്ങോട്ട് കൊണ്ടാകുന്നു. അത് എപ്പോഴാണ് പിന്നെ വരുന്നത് വരൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു ഇതിനൊന്നും പറ്റില്ല. ഇതിവിടെ കാണാം കേട്ടോ. ഇവിടെയൊക്കെ കാൽപ്പാടൊക്കെ ഉണ്ട്. ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നതാ. ഭീകര സ്ഥലം തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് പുലി ഉണ്ടാവും, പറയാൻ പറ്റില്ല നമുക്ക്. അതെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടുണ്ട്. അങ്ങോട്ട് ഇതേപോലെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എത്ര വേണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ. കൊണ്ടുപോകാം. അന്യായ ഭീകര സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ ശരിക്കും ഒരു ഇടയ്ക്കൽ ഗുഹയുടെ ഒരു പ്രതീതി അല്ലേ? ഇതിനെക്കാട്ടി വലിയ ഗുഹ അപ്പുറത്തുണ്ട്. ആണോ? ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്താട്ടോ, ഈ ഒരു ഗുഹയ്ക്കകത്താണ് പുലി പട്ടീനെ കൊണ്ട് കയറിയത്. ഇന്നലെ ഫോറസ്റ്റുകാർ ഇവരൊക്കെ വന്നിട്ട് നോക്കി തരാണ്. ചെക്ക് ചെയ്താലേ? രണ്ടടി വെച്ചാൽ ഈ സ്ഥലം കണ്ടിട്ട് ഫോറസ്റ്റുകാർ പോലും പേടിച്ചു പോയി. അവർക്ക് പേടിയായത്. അവരിത്രയും ഭീകര സ്ഥലത്തൊന്നും അവർ കാട്ടുന്ന വന്ന് നിന്നിട്ട് അവർക്ക് പേടിയാത്. അതാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ അയ്യോ അങ്ങോട്ട് പോയിക്കൂടെ എന്ന്. അതാണ് അവരിത്രയും ഭീകരമായിട്ടുള്ള സ്ഥലത്തിൽ കൂടെ പോയിട്ടുണ്ടാവില്ല. അത് റോഡ് സൈഡിൽ കൂടെ ഉള്ള കാട്ടിക്കൂടെ അല്ലേ പോകുന്നത്. അതെ അവർ പേടിച്ചിട്ട് എന്നെ പിടിച്ചോണ്ട് പോയി. അതല്ലേ? അപ്പം ആ ഒരു ഗുഹ കണ്ടതിൻ്റെ ഇപ്പുറത്തെ സൈഡാട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സെറ്റപ്പാണ്. ഫുള്ള് പാറയാണ്. നമ്മൾ ചീങ്ങേരി മലയൊക്കെ നമ്മുടെ ഈ ഫ്രെയിം വ്ളോഗ്സ് ചാനലിൽ നമ്മൾ ഇട്ടിരുന്നു. ചീങ്ങേരി മലയിൽ ഒക്കെ കയറി പോകുന്ന പോലത്തെ ഒരു സീൻ കേട്ടോ. ഒരു വെറൈറ്റി സ്ഥലം. ഒരന്യ പാറ കേട്ടോ. ഇതാണ് ആറാട്ടുപാറ എന്ന് പറഞ്ഞ പാറ. എന്നിട്ട് ഫോട്ടോ എടുത്ത് അത് മുഴുക്കാനും. ഇത് അപ്പുറത്തെ പിന്നെ കോരിക്കുളമാണ്. അതിൽ മീനൊക്കെ ഉണ്ട്. എന്തോ കോരിക്കുളമാണ്. മീനൊക്കെ ഉണ്ട്. അവർ വളർത്തുന്നതാണ്. കോരി ഉടമസ്ഥ കോരിക്കാരൊക്കെ ഇട്ടു. ഇവിടേക്ക് എന്താ കിടക്കുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത്
ആ ഇത് വന്ന് കളിക്കുന്നത് എന്തൊക്കെ രാത്രി അല്ലേ? ആ രാത്രി വന്നിട്ട് ഇവിടെ എന്തോ കിടന്ന് ഉറങ്ങുന്ന പോലെയൊക്കെ ഇല്ലേ? ആ കടുവയാണോ? ഇത് കടുവയാണോ? ആ പിന്നെ ഇത് കടുവ തന്നെയാ എന്ന് വെച്ചിട്ട് ഇവിടെ ഉണ്ട് കിടക്കുന്നത് രാത്രി. കടുവ വരുന്നുണ്ട് ഇവിടെ. കടുവയുണ്ട്. കടുവയുണ്ട്. അത് കളിക്കാൻ വരുന്നതാണ്. ഭീകര സ്ഥലത്താട്ടോ നമ്മൾ നിൽക്കുന്നത്. കാട്ടിൽ പോകുന്നതിനെക്കാട്ടും ഭീകരമായിട്ടുള്ള സ്ഥലത്താട്ടോ നിൽക്കുന്നത്. ഏത് നിമിഷം അപകടം സംഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവർ പറയും നമ്മളിത് പടക്കം വെക്കുമ്പോൾ പിന്നെ ഓടിപ്പോകുന്നു കോസാർ പറയാ. ഞാൻ പറഞ്ഞു പടക്കം വെച്ചാലൊന്നും ഓടുന്ന പോകില്ല. പടക്കം പൊട്ടിച്ച് തന്നിട്ടില്ല. ഇത് ഇല്ല അവരുടെ പടക്കുന്നൊന്നുമില്ല. ഇത് ചീങ്ങേരിമലയുടെ അപ്പുറത്തെ സൈഡാ. ചീങ്ങേരിമലന്റെ ഇപ്പുറത്തെ സൈഡ്. ഇതിന് മുന്നേ ഈ ഭാഗത്ത് ആരുടെയിലൊക്കെ വളർത്തു മൃഗങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? പട്ടി തന്നെയാ അതെയോ? പട്ടീനെ തന്നെയാണോ അതെയോ? പട്ടീനല്ല പശുവിനും പിടിച്ചിട്ടുണ്ട്. പശുവിനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? പശുവിനും കൊണ്ടുപോയിട്ട് ആടിനും കൊണ്ടുപോയിട്ടുണ്ട്. ആടിനെ പശുവിനെ പട്ടിനെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇത് വെള്ളം കുടിക്കാം കൊല്ലി ഇത് അതില് വെള്ളമുണ്ട് ഈ ചാലില്. അതാ കണ്ടാവും സ്ഥിരം ഈ ഭാഗത്തെ മൃഗങ്ങളെ പിടിച്ച് ഇവിടെ തന്നെ നിൽക്കാമല്ലോ അല്ലേ സ്ഥിരമായിട്ട്. ഇത് ഇവര് പറഞ്ഞ് പടക്കം പൊട്ടിച്ചാൽ പോകും. ഞങ്ങൾ പറഞ്ഞു പടക്കം പൊട്ടിച്ചാലൊന്നും പോകില്ല. ഇല്ലല്ലേ? പടക്കം പൊട്ടിച്ചാലൊന്നും ഓനെ ആ പൊത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതുങ്ങി രാത്രി പിന്നെ ഇറങ്ങി. രാത്രി ഇറങ്ങുള്ളൂ. തീറ്റയ്ക്ക് മാത്രമേ അത് പുറത്തിറങ്ങുള്ളൂ. ആനെ പൊട്ടിക്കുന്ന പോലെ ഇത് അങ്ങനെ ഓടും. ആനയ്ക്ക് പേടിയൊന്നും ഇല്ല അല്ലേലും. ഏത് പേടിയില്ല ആനക്കൊക്കെ അത് കേട്ട് ആനക്കന്നെ പേടിയില്ല. ആനയ്ക്ക് ഇപ്പൊ തമാശ പോലെയായി. കാര്യമായിട്ട് എന്തോ ഒരു ജീവി കിടക്കുന്നുണ്ട് കേട്ടോ. അത് പുലി കടുവ തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ വന്നിട്ട് ഉരുണ്ട് മാറുള്ളൂ. പുല്ല് തന്നെ കണ്ടറിയാം. ഇത് ഉരുണ്ട് മറിയുന്നല്ല ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പുല്ല് കിടക്കുന്ന രീതി കണ്ടറിയാം. ഭക്ഷണം കഴിച്ചിട്ട് വെള്ളമൊക്കെ വന്ന് കുടിച്ചിട്ട് കിടക്കുന്നത് ഇവിടെയാണ്. നമുക്ക് എവിടെ നോക്കിയാലും അതിന് കാണണം. ആണല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. പൊന്തി സ്ഥലത്തേ കിടക്കുള്ളൂ. അതല്ല ഇങ്ങനെ കുഴിയിലൊന്നും പോയിട്ട് കിടക്കൂല. ഇതാ കാൽപ്പാടുണ്ടോ? ആ ഓ ഇവിടെ കാൽപ്പാടുണ്ട്. പക്ഷെ ക്യാമറയ്ക്കകത്ത് മനസ്സിലാവുന്നില്ല. ഇത്രയുണ്ട് കേട്ടോ വട്ടം. അതന്നെ ഇത് കാൽപ്പാടാണ്. ഇവിടെ കറക്റ്റ് കാണാം കേട്ടോ. കഴിഞ്ഞ ദിവസം മഴ പെയ്തായിരുന്നല്ലേ? മഴ പെയ്തോണ്ട് എങ്ങനെ കാണുന്നത്. എവിടെ മൊയിലൊക്കെ അറിയല്ലോ കടി കൂടുമ്പോ. അപ്പൊ ആ സ്ഥലത്തേക്ക് കൂടുന്ന ഉന്നം വെച്ചിട്ട് പോവുക. കാട്ടാടൊന്നും ഒരുപാടുണ്ടായിരുന്നു. അത് വന്നതിന് ശേഷം കാട്ടാടൊന്ന് ഇവിടുത്തെ ലൈൻ്റെ ഉള്ളില്ല. ആ പാമ്പ് ഈന്റെ മുകളിലാണ് ഞാൻ പറഞ്ഞത്. ഈന്റെ മുകളിൽ നിറഞ്ഞ സ്ഥലമാണ്. കൂട് വെച്ചാൽ കിട്ടുള്ളൂ അല്ലേ? കൂട് വെച്ചാൽ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. വെക്കുന്നേരം വല്ല പറഞ്ഞോ? വെക്കുന്നേരൊന്നും പറഞ്ഞിട്ടില്ല. വെക്കത്തൊന്നുമില്ല. കുറച്ച് പേര് നടന്നു കഴിഞ്ഞാൽ വഴി പോലും മാറിപ്പോകും കേട്ടോ. ഇതൊക്കെ ചേട്ടൻ്റെ പറമ്പ് തന്നെയാ? ഈ പാറയും പാറയും ആണോ? ഇതൊക്കെ പട്ടായത്ത് പെട്ടതാ. അയ്യോ, അപ്പൊ ഈ കോറി നിരോധിച്ചോണ്ടായിരിക്കും അല്ലേ? കോറി ഉണ്ടായിരുന്നു അല്ലേ? പാമ്പ് പാമ്പോ ചെറിയത് എവിടെ? ചെറുതാണ്, മൂർക്കനാണ്. എൻ്റെ അമ്മേ, ചെറുതാണ്. കടി കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലേ? ഒരു ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞ് അന്നേരം കന്നാലി ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ മറ്റേ നമ്മളെന്ത് മറ്റൊരു രാജവമ്പാല ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ഇവിടെ വന്ന് ഏഞ്ചി നോക്കിയിട്ട് ഇത് ഒറ്റ പച്ചയെടുക്കല ഇങ്ങനെ. ഇത്ര പച്ചയുണ്ട്. ജീവൻ പോയി കാണും. പെണ്ണുങ്ങളെ നിലവിളിച്ച് പെണ്ണുങ്ങൾ ഓടി അയിമ കയറിയിട്ട് നിലവിളി ഇതിനെ നോക്കിയിട്ട് അത് ഭയങ്കര പാമ്പാണ്. നേരെ ഇത് ഞാൻ ഓടി വരുമ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. പക്ഷെ ഇത് ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല. ഞാൻ മൂർക്കനെ കണ്ടിട്ട് മൂർക്ക ഇത് ഞാനടിയിലും മൂർക്ക മേടയും. നമ്മുടെ സമയമായാലും ഉപദ്രവിക്കും. ഇന്നലെ പോയി നോക്കിയായിരുന്നോ? കണ്ടില്ല, ഒന്നും കിട്ടിയില്ല. ഇത് അവശിഷ്ടൊന്നും കണ്ടില്ല. അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതിൻ്റെ മോനെ താമസിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കൂ. ഇത് കൊണ്ടുപോയിട്ട് പഴകണം. ഓ അങ്ങനെയാണോ? പഴകിയിട്ട് തിന്നൂല, അപ്പം തന്നെ തിന്നൂല. ഇത് കാട്ടാടിൻ്റെ കാഷ്ടമാണ് കേട്ടോ. അതെന്താ ഇത് കുഴി? മുള്ളമന്നിയാ? മുള്ളമന്നിയാണോ അല്ലേ? ആണോ? ഇതിനകത്തുണ്ടാവൂലേ? ഇതിനകത്തുണ്ടാവും. നടന്ന് മടുത്തു കേട്ടോ. ഇത് കയറിയാൽ അതിന് മുകളിൽ നിരപ്പാ, ഇതിൻ്റെ മുകളിലൊക്കെ നിരപ്പാ. മുള്ളമ്പന്നി ഉണ്ടല്ലേ? മുള്ളമ്പന്നിയുടെ കാഷ്ടമൊക്കെ കാണാം കേട്ടോ. അല്ല, ഇത് മുള്ളമ്പന്നിയുടെ ആണോ? ഇല്ല, ഇത് പുലിയുടെ അല്ലേ? ഇത് കാഷ്ടം കിടക്കുന്ന പുലിൻ്റെ അല്ലേ? പുലിയുടെ കാഷ്ടം ആട്ടെ കാണുന്നത്.
സൂര്യാശയാണ് പട്ടീൻ്റെ രോമൊക്കെ. ഇത് പുലിയുടെ അപ്പി കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് ഇന്നലെ പിടിച്ച പട്ടിയുടെ രോമം എന്നാ ചേട്ടൻ പറഞ്ഞത്. കാരണം അതേ കളർ തന്നെയാണ് രോമത്തിന്. രോമം തന്നെ, പട്ടിയുടെ രോമം തന്നെ കേട്ടോ. സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കേട്ടോ ഇവിടെ ഈ പുല്ല് കിടക്കുന്നുണ്ട് അല്ലേ? പുല്ലേല് ഇവിടേക്ക് വന്ന് കിടന്നു. ഇവിടെ നോക്കിയാൽ എവിടെ പട്ടി വച്ച് വെക്കുന്ന അവിടത്തേക്ക് ചാടാണ്. പുല്ല് കിടക്കുന്നുണ്ട്. ഇത് ശരി. ഇതിൻ്റെ മുകളിൽ മൊയിലുണ്ട്, അതിന് പിടിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമായ ഇവിടെ ആരുമില്ല. കാരാപ്പുഴയാണ്. കാരാപ്പുഴ ഡാം നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. കാരാപ്പുഴ അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഇത്. ഓട്ടൻ്റെ അടുത്ത് കയറിയിരുന്നാൽ പതുങ്ങിയിരിക്കൂല. പതുങ്ങിയിരിക്കും, അറിയൂല എത്ര ഇത് നമ്മൾ പൊട്ടിച്ചാലും. ആ പാറയുടെ ചോട്ടിലുണ്ട് അതേപോലത്തെ സ്ഥലം. ആ പാറയുടെ ചോട്ടിലേ ഏതായാലും നമ്മൾ പുലിനെ അന്വേഷിച്ചാണ് നമ്മളിവിടെ വന്നതെങ്കിലും നമ്മൾ ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്ഥലം മാത്രമല്ല നമ്മൾ ഈ പോരുന്ന വഴിയൊക്കെ കണ്ടു. വളരെ ഭീകരമായ സ്ഥലമാണ്. പുലിയുടെ കാഷ്ടം നമ്മൾ പല സ്ഥലത്തും കണ്ടു. ഇന്നലെ പിടിച്ച പട്ടിയുടെ രോമം അടക്കം നമ്മൾ ആ കാഷ്ടത്തിൽ കണ്ടു. അത് ചേട്ടൻ സ്ഥിരീകരിക്കുകയും ചെയ്തു അത് തന്നെയാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പുലി ഇവിടെ തന്നെ ഉണ്ട്. എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഗുഹ പോലത്തെ സംഭവം ഇച്ചിരി ഒത്തിരി ഉള്ളിലേക്കൊക്കെ ഉണ്ട് ഈ ഗുഹയൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഇത് താമസിക്കുന്നത്. വെറും കൈയോടെ അതിൻ്റെ അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഏതായാലും ഈ ഒരു മുകളിലത്തെ ഈ ഒരു സ്ഥലം ഒന്ന് കണ്ടേച്ചിട്ട് നമ്മളിപ്പോൾ ഏതായാലും തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചീങ്ങേരി മലയാണ്. എന്നിട്ട് ഇവിടെയൊക്കെ ഓരോ കോറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കോറിയുടെ തടാകം നമുക്ക് കാണാം. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. ഗ്രീൻ കളറിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കാണാം. ആ കാണുന്നത് അമ്പൂത്തിമല കേട്ടോ. അമ്പൂത്തിമലയുടെ തൊട്ടിപ്പുറമുള്ളത് എടക്കൽ കേവ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അമ്പൂത്തിമല ഇത്, അതിൻ്റെ ഇപ്പുറത്ത് എടക്കൽ കേവ്സ്. അതുപോലെ ഇത് ചീങ്ങേരി മല. ഇതെന്താ ഫാൻറ്റം റോക്ക് ആയിരിക്കും അല്ലേ? ഫാൻറ്റം റോക്ക് അതാ കാണുന്നത്. ഏതാ? നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഫാൻറ്റം റോക്കും കാണാം കേട്ടോ. അതെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഫാൻറ്റം റോക്ക്. ഈ കാണുന്നതാണ് ഫാൻറ്റം റോക്ക്. അപ്പം എല്ലാം ഒരു ഒറ്റ സൈറ്റിൽ കാണാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിയാൽ കാരാപ്പുഴ ഡാമും കാണാം. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് അതുപോലെ ഇപ്പറയുണ്ട്, ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ പാറയുടെ മുകളിൽ നിന്ന് പുലി എന്തിനെയോ ഭക്ഷിച്ചിട്ട് ഇട്ടിരിക്കുന്നത് അതിൻ്റെ വേസ്റ്റ് ആട്ടോ. ഒരു പക്ഷേ പട്ടിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ പിടിച്ച പട്ടിയല്ല, അതിന് മുന്നേ പിടിച്ച ഏതൊരു പട്ടിയുടെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. അതിൻ്റെ നട്ടലിൻ്റെ ഭാഗമൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ എല്ലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കാണാം. അതുപോലെ തന്നെ പല്ലിൻ്റെ ഉണ്ടോ, ഇതുണ്ടോ, പല്ല് ഒക്കെ നമുക്ക് കാണാം. രോമമുണ്ട് ഇവിടെ, തൊട്ടിപ്പുറത്ത് രോമം കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പട്ടീനെ പുലി പിടിച്ചുകൊണ്ട് പോയ ആ സ്ഥലം അന്വേഷിച്ച് നമ്മൾ വന്ന് ചീങ്ങേരി മലയുടെ ഒരു സൈഡാണ് ഇവിടെ കാണും. ചീങ്ങേരി മല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഒരു ഗുഹയൊക്കെ ഉണ്ടായിരുന്നു അവിടെ താഴെ. പക്ഷേ അങ്ങോട്ട് മൊത്തം പുല്ല് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവിടേക്ക് ഇഷ്ടംപോലെ പുലിയുടെ കാഷ്ടവും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, CCTV ദൃശ്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്ഥലം ലൈവായിട്ട് നമ്മൾ വന്ന് കാണുകയും ചെയ്തു. കാഴ്ചയ്ക്ക് ഭയങ്കര രസമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഏതായാലും ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഭയങ്കര രസമുണ്ട്. ചീങ്ങേരി മലയൊക്കെ കയറുന്ന പോലത്തെ ഒരു പ്രതീതിയുണ്ട്. ചീങ്ങേരി മലയുടെ ഒരു സൈഡാണെന്ന് പറഞ്ഞത്. പക്ഷേ ഏതായാലും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ. ഈ വരുന്ന വഴി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ്. നമ്മളിപ്പോൾ ആ പുലി പട്ടീനെ കൊണ്ട് കയറിപ്പോയ ആ ഒരു വഴിയൊക്കെ നമ്മൾ കണ്ടു. ഒരു ഗുഹയാണ്. അപ്പോൾ അത്രയും ഒരു ഭീകര സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. ഇപ്പോൾ വയനാട്ടിൽ നമുക്കറിയാം ദിവസവും ഇപ്പോൾ ഈ വന്യമൃഗശല്യവും വളർത്തു മൃഗങ്ങളെ പിടിക്കുന്നതും മനുഷ്യൻ്റെ നേരെ അറ്റാക്ക് ചെയ്യുന്നതും ഒക്കെ നിരന്തരം ഇപ്പോൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഒരു സംഭവം കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിന് ഏതായാലും പരിഹാരമൊന്നുമില്ല. ഇനിയും നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഇനിയും കേൾക്കും. നാളെയും കേൾക്കും, മറ്റന്നാളും കേൾക്കും, എല്ലാ ദിവസവും കേൾക്കും. എല്ലാ ദിവസവും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ നമ്മൾ ചാനലിൽ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ഉണ്ടായൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.